ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 12 ശ്ലോകം 9. അങ്ങുമിങ്ങും പായുന്ന മുതലക്കൂട്ടത്തോടും വട്ടം തിരിയുന്ന തിമിംഗിലക്കൂട്ടത്തോടും ഇളകി മറിയുന്ന തിരമാലകളോടും കൂടിയതായ സമുദ്ര ജലമധ്യത്തിലേക്ക് ശ്രീ വരാഹമൂർത്തി ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഭയങ്കര ഗർജനം കൊണ്ട് പാതാളവാസികളെയൊക്കെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഭൂമിയെ അന്വേഷിക്കുന്നു. ഇനി അന്വേഷണാനന്തരം എന്താ നടക്കുന്നത് നമുക്ക് 9ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. ദൃഷ്ട്വാ ദൈത്യ ഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി ഗൂഢകിടിർവിഭൂത്വം ആപാതുകാന വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാമദധാ സലീലം. ദൃഷ്ട്വാ അത ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി ഗൂഢകിടിഃ വിഭൂത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാം അദധാഹ സലീലം. ഹേ വിഭോ ഗൂഢകിടിഃ ത്വം, ഹേ സർവശക്ത മായാവരാഹമൂർത്തിയായ നിന്തിരുവടി. അത ദൈത്യഹതകേന അന്വേഷണാനന്തരം അസുരാദമനാൽ രസാതലാന്തേ പാതാളത്തിൻ്റെ അടിയിൽ സംവേശിതാം വിന്യസിക്കപ്പെട്ട വസുധാം ദൃഷ്ട്വ ചെടിതി ഭൂമിയെ കണ്ടിട്ട് ഉടനെ ആപാതുകാൻ സുരാരികേടാന വിഗണയ്യ പാഞ്ഞെത്തുന്ന അസുരാധമന്മാരെ കൂസാതെ സലീലം ദഷ്ടാങ്കുരേണ അതതാഹ കളിയായിട്ട് തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിയെടുത്തു. ഹേ സർവശക്ത മായാവരാഹമൂർത്തിയായ നിന്തിരുവടി, അന്വേഷണാനന്തരം അസുരാധമനാൽ പാതാളത്തിൻ്റെ അടിയിൽ വിന്യസിക്കപ്പെട്ട ഭൂമിയെ കണ്ടിട്ട് ഉടനെ പാഞ്ഞെത്തുന്ന അസുരാധമന്മാരെ കൂസാതെ, ഭഗവാനെ തടുക്കാൻ വരുന്ന അസുരാധമന്മാരെ കൂസാതെ കളിയായി തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിയെടുത്തു. അവിടേക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ല എന്നിവിടെ വിഭോ എന്നുകൊണ്ട് ഭംഗിയാക്കുന്നു. അതേപോലെ ഭൂഗോളോദ്ധരണം അവിടേക്ക് വെറും ലീലയായതിനാൽ അത്ഭുതത്തിന് അവകാശമില്ല എന്നും ധ്വനിക്കുന്നു. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി ഗൂഢകിടിർവിഭൂത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാമദധാ സലീലം. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി ഗൂഢകിടിർവിഭൂത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാമദധാ സലീലം. ദൃഷ്ട്വാദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി ഗൂഢകിടിർവിഭൂത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാമദധാ സലീലം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.